കൂട്ടുകാരെ വന്നാട്ടെ, നമുക്കിന്നൊരു സ്പെഷ്യൽ ശ്രീലങ്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. വന്നാട്ടെ. ആദ്യം തന്നെ ബിരിയാണി അരി പാതി വേവിച്ച് വയ്ക്കണം കേട്ടോ. അതിനുശേഷം വറ്റൽമുളക്, കടുക്, മസാലക്കൂട്ട് ഇവ ആവശ്യത്തിനെടുത്ത് നല്ലതുപോലെ വറുത്ത് പൊടിച്ച് മാറ്റി വയ്ക്കണം. ഒരു ഉരുളിയിൽ സവാള, മല്ലിയില, തക്കാളി, അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇവ ചേർത്ത് നല്ലതുപോലെ വഴറ്റുക. ഈ സമയം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലപ്പൊടിയില്ലേ, അത് ചിക്കൻ കഷ്ണങ്ങളിലിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. അതിനുശേഷം ഈ കഷ്ണങ്ങളെടുത്ത് നമ്മൾ വരട്ടിയ സവാളയില്ലേ, അതിനകത്തിട്ട് നല്ലതുപോലെ നിരത്തണം. അതിനുശേഷം തിരിച്ചും മറിച്ചുമിട്ട് നല്ലതുപോലെ ഇളക്കി അതിൽ ഈ പരുവമാകുമ്പോൾ നമുക്ക് തിളച്ച വെള്ളം നമുക്കനെ ഒഴിച്ചു കൊടുക്കണം. തിളച്ച് പാതി വേവാകുമ്പോൾ, അതായത് ചിക്കൻ കഷ്ണങ്ങൾ പാതി വേവാകുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. അതിനുശേഷം ഇത് എണ്ണയിലൊഴിച്ച് വറുത്ത് മാറ്റി വയ്ക്കണം. കറിവേപ്പിലയും മൂപ്പിച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് ഇറച്ചി വെന്ത വെള്ളത്തിൽ തന്നെ നമ്മുടെ പാതി വേവിച്ച് വെച്ച അരി ഇട്ട് കൊടുത്തിട്ട് അതിൽ തൈരുമൊഴിക്കണം. തൈരുമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. വെന്ത് നല്ല സെറ്റാകുമ്പോൾ നമുക്ക് നെയ്യും ഉപ്പും കൂടെ ചേർത്ത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തൊരു ലായനി ഈ ഹോളൊക്കെ ഉണ്ടാക്കി അതിനകത്ത് ഒഴിച്ച് കൊടുക്കുക. വീണ്ടും അടച്ചു കൊടുത്ത് ഇളക്കി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വറുത്തിട്ട് കറിവേപ്പില മൂപ്പിച്ചതുമൊക്കെ ഇട്ട് കൊടുത്ത് അതിന് മുകളിൽ നമ്മുടെ പൊരിച്ച ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കുമ്പോൾ ശ്രീലങ്കൻ ബിരിയാണി തയ്യാർ. അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തോടെ വിളമ്പാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.